Hi friends, to YouTube titles സീസൺ 2 ക്യൂട്ട് ഡോട്ടർ. അതെ, സീസൺ 2 ആണ് നമ്മൾ. അതെ, ഈ കഥയുടെ ജിമ്മിനാണ് ഹീറോ. ഹീറോ പറയാൻ തുടങ്ങി. അമ്മ, എനിക്ക് കോളേജൊക്കെ ലേറ്റായി. പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല നീ. അമ്മ, നീ എവിടെ കാടി ലേറ്റായി, ഇത്ര ലേറ്റായി? അതിനായിട്ട് നന്ദിനി പറയുന്നതാണ്. ഹീറോയിന് നന്ദിനി പറയുന്നതാണ്, എനിക്ക് ലേറ്റായി, എനിക്ക് പോകണം കോളേജ് ഇത്ര ബിസിയാണ്, അമ്മയ്ക്ക് അറിയില്ലേ? അയ്യോ നന്ദി, സോറി നന്ദിനി. അമ്മ മുറിക്കോ നന്ദിനി, ടെൻഷനാവണ്ട. അങ്ങനെ ഹീറോയ് കുടുകുടു ഓടിപ്പോയി. ഹീറോയ്ക്ക് കോളേജ് ലേറ്റായിരുന്നു. ഹീറോയ് കോളേജ് പ്രൊഫസറാണ്. ഹീറോയ് ക്ലാസ് എടുക്കാറുണ്ട്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഞാൻ ക്ലാസ് നന്നായിട്ട് പഠിപ്പിക്കാം. നന്നായിട്ട് ഹീറോയ് ക്ലാസ്സൊക്കെ ഫസ്റ്റ് ഇയർ കോളേജാണ്. ഹീറോയ് ഫസ്റ്റ് ഇയർ കോളേജ് പഠിപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ക്ലാസ് എടുക്കാമായിരുന്നു. പൈസല്ല. മാം എനിക്കിത് ഡൗട്ടാണ് മാം. എന്താടാ ഡൗട്ട്? മാം ഇതാണ് ഡൗട്ടാണ്. അർജുൻ പറഞ്ഞു കൊടുത്തു. ബാക്കി സ്റ്റുഡൻസ് നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഹീറോയിൻ്റെ ക്ലാസ് ഫുൾ ബോയ്സും ഗേൾസ്. ഹീറോയിൻ പറഞ്ഞ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവർക്ക് ഡൗട്ട് പറഞ്ഞു കൊടുക്കും. അത് മാത്രമല്ല പറഞ്ഞ് പരീക്ഷ വന്ന മുമ്പ് എല്ലാവരും ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് പഠിച്ചിട്ട് പോകും. അപ്പോൾ പരീക്ഷത്തിൽ അവർ ഫസ്റ്റ് മാർക്ക് ക്ലാസ് ഫുൾ ഗേൾസ് ബോയ്സ് ഫസ്റ്റ് വീക്കായിരുന്നു. പിന്നെ ഹീറോയിൻ പറഞ്ഞ് നല്ല കെയറിങ് ആയിട്ട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാവും. ഹീറോയിൻ പറഞ്ഞു കൊടുത്താൽ മാത്രം നന്നായിട്ട് അവർക്ക് മനസ്സിലാവും. അറിയാത്ത കുട്ടികൾക്ക് ഹീറോയിന് ട്രെയിനിങ് നന്നായിട്ട് പഠിപ്പിച്ച് കൊടുത്ത് അവരെ പഠിപ്പിക്കുമായിരുന്നു. ഹോർലിക്സ്, ബൂസ്റ്റ്, അതെ ഒരു മെഡിസിൻ, അതല്ല ആയുർവേദിക്. അത് നല്ല ശക്തി കിട്ടും. പുതിയ കുട്ടികൾക്ക് കുറച്ച് മെമ്മറി കുറവുണ്ടായ കുട്ടികൾക്ക് ഹീറോയിൻ ഒരു ആയുർവേദ മരുന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാമായിരുന്നു. അവർ അതിലെല്ലാം ടാലൻ്റായി മാറിയായിരുന്നു. ഹീറോയിൻ നല്ല മെഡിസിൻ ആയുർവേദിക് ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞ മതിയാണ് ഹീറോയിൻ. അങ്ങനെ ഹീറോയിൻ പറയുന്നുണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിനെ ക്ലാസ്സിൽ പഠിപ്പിച്ച് കൊടുത്തായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ഗുണ്ടേഴ്സ് ബോയ്സ് വന്ന് ഹീറോയിൻ്റെ ക്ലാസ് വന്ന് വച്ചുണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. ഒച്ചക്കരായിരുന്നു. ഹീറോയിൻ്റെ പലവട്ടം ഹീറോയിൻ്റെ പുറകെ നടക്കായിരുന്നു. ഹീറോയിൻ ലവ് ടോർച്ചർ ചെയ്യായിരുന്നു. ഹീറോയിൻ പറഞ്ഞായിരുന്നു, അശോക് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല നന്ദിനി, ഞാൻ എൻ്റെ പലവട്ടം റോഡ് വിടാം. അതുകൊണ്ട് എനിക്കെന്താ അശ്വതി, നിനക്കെന്താ ഇഷ്ടപ്പെട്ട? അശോക് എനിക്കിനി ഇൻട്രസ്റ്റ് ഇല്ല. അശോകനോട് പറഞ്ഞു. അശോക് കേൾക്കുമില്ലായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അയ്യോ ഇതൊന്നും സെറ്റാവില്ല. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ടെൻഷനായിട്ട് ഹീറോയ് ശരി ഇവരൊന്നും സെറ്റാവില്ല. അങ്ങനെ അശോക് പറഞ്ഞ ഒരു ഇന്ത്യൻ ബോയ്. ഹീറോ ഇന്ത്യൻ ഗേളാണ്. അതുമാത്രം അശോക് ഇവിടെ ജോബൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. കുറേയൊക്കെ ഹീറോയും ജോബൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അതുമാത്രം ഇവിടെ ഇരുന്ന കോളേജിൽ ഇരുന്ന് ഇവർ വന്നിട്ട് ബുള്ളിങ് ചെയ്യും. അങ്ങനെ പ്രിൻസിപ്പലോട് പറഞ്ഞായിരുന്നു. പ്രിൻസിപ്പൽ സോറി അറിയാതെ ഇങ്ങനെ പറഞ്ഞതെന്ന് ഹീറോയിനോട് പറഞ്ഞു. മോളെ, നീ ഇവിടെ ഫസ്റ്റ് ഇയർ ഇങ്ങനെ പഠിപ്പിച്ചു, പിന്നെ എൻ്റെ മറ്റേ ക്ലാസ് ഉണ്ട് അവിടെ നീ സെക്കൻഡ് ഇയർ പഠിപ്പിച്ചു എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അതൊരു പ്രിൻസിപ്പൽ മാം ആയിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു കോളേജുണ്ട് അവിടെ നീ പഠിപ്പിച്ചു എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിൻ നന്നായിട്ട് ക്ലാസ് പഠിപ്പിക്കുമായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയായിട്ട് സെക്കൻഡ് വൈഫ് ഓൾഡ് അവിനാശൊക്കെ മാരേജ് കൊണ്ടാണ് ഇവിടെ വന്ന് സെറ്റിലായിരുന്നു. ബിസിനസ് അത് മാത്രമല്ല അവൻ്റെ വൈഫ് കുറച്ച് റൗഡീൻ്റെ മോളായിരുന്നു. അവളൊക്കെ ന്യൂസ് അറിഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ വഴക്കുണ്ടാക്കാനായിരുന്നു വന്നായിരുന്നു. ഹീറോയിൻ ക്ലാസ് എടുക്കായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ വഴക്കുണ്ടാക്കായിരുന്നു. പിടിച്ച് നീ എൻ്റെ ഹസ്ബൻഡ് പുറകെ നടക്കോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഹീറോയിൻ്റെ വഴക്കുണ്ടാക്കായിരുന്നു. ബോയ്സ് അതിലൊരു ഒരു ഗേളും ബോയ് അണിച്ചായിരുന്നു. എന്താണ് പറഞ്ഞാൽ നിങ്ങളെ ഹസ്ബൻഡ് ഞങ്ങളെ മാമിൻ്റെ പുറകെ നടന്നത്, ഇതിൽ ആധാരം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ കാട്ടാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് വീഡിയോത്തിൽ അതേ മതിയായിരുന്നു. ഹീറോയിൻ്റെ പുറകിൽ നടക്കുന്ന വീഡിയോസ് മൊത്തം ഉണ്ടായിരുന്നു. ഇതെടുത്ത് പോലീസ് പിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് മാം കുറച്ച് അവർക്ക് വൈഫൊക്കെ പേടിയായി. അങ്ങനെ അവൻ അടിച്ചവിടുന്ന് കൊണ്ടുപോയി. അങ്ങനെ സ്റ്റുഡൻസ് മാത്രം, വേറെ ആരും ബോയ്സ് ക്ലാസ്സിൽ കൂടുതലില്ല. ഹീറോയിൻ്റെ മാത്രം ക്ലാസ് ഉണ്ടായിരുന്നു. ബാക്കി ബോയ്സ് ക്ലാസ് ഇല്ലായിരുന്നു. എന്തോ ലീവ് എന്തോ ഉണ്ടായിരുന്നു അപ്പുറത്തെ ക്ലാസ്സിൽ. ഹീറോയിൻ്റെ ക്ലാസ് മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ക്ലാസ്സും സെക്കൻഡ് ക്ലാസ് മാത്രം ഉണ്ടായിരുന്നു.
തേർഡ് ഇയർ ഫൈനൽ ഇയർ ക്ലാസ് മാത്രം ഇല്ലായിരുന്നു. അങ്ങനെ ഹീറോ സാഡായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിൽ വന്നു, മാം എന്താ പ്രശ്നം നടന്ന കാര്യം പറഞ്ഞേ. അവർക്ക് ബോയ്സൊക്കെ ടെൻഷനായിരുന്നു, ബേടാൻ പാടില്ല ഒന്നും മുറിക്കായിരുന്നു. ശരിടാ സാറില്ല മാം, നെക്സ്റ്റ് വീക്കിൽ ഞങ്ങളെ ക്ലാസ് ഇപ്പോൾ പഠിപ്പിക്കാം മാം. ശരിടാ ഫുള്ള് നിങ്ങളെ ക്ലാസ് വരാം എന്ന് പറഞ്ഞിട്ട് മാം തേർഡ് ഇയർക്ക് നോക്കടാ, സെക്കൻഡ് ഇയർക്ക് ജോയിൻ ചെയ്താൽ തേർഡ് ഇയർക്ക് പഠിപ്പിക്കാൻ നോക്കാം എന്ന് സ്റ്റുഡൻസോട് പറഞ്ഞു. മാം നിങ്ങൾ വന്ന് ഞങ്ങൾ ക്ലാസ് മാം ഇല്ലാതെ നിങ്ങൾ വന്ന് ഞങ്ങൾ പഠിപ്പിക്കുക. ഇങ്ങനെ സ്റ്റുഡൻസിനോട് പറഞ്ഞ് വെച്ചിട്ട് ഹീറോ ഇവിടുന്ന് പോയിരുന്നു. അതെ, ക്ലാസ്സൊക്കെ പുതിയ സാറ് വരാൻ പോകുന്നു എല്ലാവരും പറയായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു, പുതിയ സാറാ ആരാ എന്ന് പറഞ്ഞാൽ. അവിടെ നല്ല ക്യൂട്ട് ആൻസമായിട്ട് ഒരു ബോയ് വന്നിരുന്നു. ഹായ്, എൻ്റെ പേര് പെണ്ണാഞ്ചു, ആറാം എന്നെ 6 ഇൻട്രോ ചെയ്തു. ഹീറോ ഹായ് എന്ന് പറഞ്ഞു. സാർ നിങ്ങൾ അതെ എനിക്ക് പറഞ്ഞ നിങ്ങൾ ഇപ്പോഴാണ് ജോയിൻ ചെയ്തു സാർ? ഇല്ലമ്മ, ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ് ഇവിടേക്ക് എന്നായിട്ട് പറഞ്ഞത്. ഓക്കെ സാർ എന്ന് പറഞ്ഞു. ഹീറോയും ആറും ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി. ഓക്കെ, രണ്ടുപേരും ഫ്രണ്ട്സായി സംസാരിക്കായിരുന്നു. ആറും പറയുന്നു എനിക്കൊരു അനിയനുണ്ടോ, അവനൊരു ഡോക്ടറാണ്. ഓ, ഏതോ ഡോക്ടറാണ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ടീച്ചറിനെ സംസാരിച്ചായിരുന്നു. അങ്ങനെ കുറച്ച് ബോയ്സ് എല്ലാം ഹീറോയെ പുറകെ നടന്ന് ആറാമാണ് വെച്ചത്. ആറാം പറയായിരുന്നു, ഒരു ദിവസം ഒരു കുട്ടി ഇങ്ങനെ കൈമുറ്റ് മറയിൽ സൂസൈഡ് ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ നോക്കും ബാത്റൂം മാം ഒരു ഗേൾ വന്നു. മാം അതിൽ മാം ഐഷു ബാത്റൂം പോയോ വന്നിട്ടില്ല. അങ്ങനെ പാത്രം പൊളിച്ച് ആറാം നോക്കുമ്പോൾ അവൻ മയങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ആറാമിൻ്റെ അനിയൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നായിരുന്നു. ജിമ്മിനിക്ക് കോൾ ചെയ്തു. ജിമ്മിന് വന്ന് നോക്കുമ്പോൾ കൈ സൂസൈഡ് കൈ മുറിച്ചതാണ്, എന്ത് പ്രശ്നമെന്ന് കേട്ടായിരുന്നു. അങ്ങനെ പോലീസ് വന്നായിരുന്നു. അങ്ങനെ പോലീസ് വിളിച്ചായിരുന്നു. പോലീസ് വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചായിരുന്നു. പോലീസോട് നടന്ന കാര്യം പറഞ്ഞു. പോലീസ് പറഞ്ഞു ഷുഗാണ്. എന്ത് പറ്റി ഷുഗാനോട് കേട്ടോ? ഷുഗം ആറാം ഫ്രണ്ട്സ് ഷുഗാനോട് പറഞ്ഞു ശരിടാ പ്രശ്നം ഇതാണ് സിമ്പിൾട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പ്രശ്നം സോൾവ് ഒന്നുമില്ല.